ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ഗാസയിൽ ഇസ്രായേലിന്റെ മാരക സ്ട്രൈക്ക്. അൽ ജസീറ റിപ്പോർട്ടർ കൊല്ലപ്പെട്ടു. മധ്യ ഗാസയിലെ അൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലുള്ള അദ്ദേഹത്തിന്റെ വീടിന് നേരെയായിരുന്നു ആക്രമണം നടന്നത്. നിലവിൽ അവിടെ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആക്രമണം തുടരുന്നതും. ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ അൽ ജസീറ അറബിക് ചാനലിന്റെ ക്യാമറമാനായ അഹമ്മദ് വിശ്വ ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2023 ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം കൊല്ലപ്പെടുന്ന 5ാമത്തെ അൽ ജസീറ ജീവനക്കാരനാണ് ഇദ്ദേഹം എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പ്രദേശത്ത് വലിയ ഒരു വെടിയും പുകയും ഉയരുന്നതായിട്ടാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആക്രമണത്തിൽ അഹമ്മദ് വിശ്വയുടെ ഭാര്യയും മക്കളും ഉൾപ്പെടെ തന്നെ കുടുംബത്തിലെ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നതാണ് റിപ്പോർട്ട്. അൽ ജസീറയുടെ ഗാസയിലെ തത്സമയ സംപ്രേഷണങ്ങളിലും വാർത്താ കവറേജിൽ അവിടെയും സജീവമായി തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അതേപോലെ ഗാസയിലെ കടുത്ത യുദ്ധ സാഹചര്യത്തിൽ ലോകത്തിന് അവിടെ മുൻനിരയിലേക്ക് അദ്ദേഹം നിർണായക പങ്കുവഹിച്ച കൂടി ഒരു വ്യക്തിയാണ്. അതേസമയം ഇറാൻ US ചർച്ച ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ വെച്ച് നടക്കാനിരിക്കെയാണ് ലെബനനിൽ വീണ്ടും ഇത്തരത്തിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ ഗാസയ്ക്ക് നേരെ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതും. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏറ്റവും പുതിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിന് നേരെയാണ് ആക്രമണം അവിടെ നടക്കുന്നതും. അത് തുടരുന്നിടത്തോളം കാലം തങ്ങൾ ലെബനനിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് മാറില്ല എന്നതായിരുന്നു നെതന്യാഹു വ്യക്തമാക്കിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആണ് ഇക്കാര്യങ്ങൾ എടുത്തു സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നും ദക്ഷിണ ലെബനനിൽ മുൻപ് ആസൂത്രണം ചെയ്തതുപോലെ തന്നെ സൈനിക നടപടികൾ തുടരുമെന്നും ഹിസ്ബുള്ള ആക്രമണം പൂർണ്ണമായും തന്നെ നിർത്താതെ വെടിനിർത്തൽ സാധ്യമല്ല എന്നതായിരുന്നു ഇസ്രായേൽ ഇവിടെ നിലപാടായി തന്നെ അറിയിച്ച കാര്യങ്ങൾ. അതേപോലെ തന്നെ അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ അവിടെ പ്രകോപിതരായിക്കൊണ്ട് ഇറാൻ ആകട്ടെ ഹോർമുസ് കടലിടുക്ക് അവിടെ വീണ്ടും അടച്ചുപൂട്ടി എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ നടപടി കരാറിന്റെ നഗ്നമായ ലംഘനമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാന്റെ ഈ അടിയന്തര നീക്കം ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ അവിടെ തങ്ങളുടെ മരവിപ്പിച്ച സ്വത്തുക്കൾ വകമാറ്റിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങളെ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നും ഇറാൻ കർശനമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഹോർമുസ് വീണ്ടും അടച്ചതോടുകൂടി തന്നെ മേഖലയിൽ വീണ്ടും സംഘർഷം കടുക്കുമോ എന്ന ആശങ്ക ശക്തമാവുകയാണ്. നേരത്തെ ഇറാനും അമേരിക്കയും അവിടെ ജനീവയിൽ നടത്താനിരുന്ന ചർച്ച റദ്ദാക്കിയിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പിന്മാറിയതോടെയാണ് ഈ ചർച്ച റദ്ദാക്കിയത്. ലെബനനിൽ ഇസ്രായേൽ തുടരുന്ന കനത്ത ആക്രമണം സ്ഥിതി വഷളാക്കുമെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലായിരുന്നു പിന്മാറ്റം നടന്നത്. ഈ വിഷയത്തെ ചൊല്ലിക്കൊണ്ട് ഇസ്രായേലും അമേരിക്കയും ഇതിനിടയിൽ വലിയ രീതിയിലുള്ള വാക്പോരും ശക്തമായിട്ടുണ്ട്. ലെബനനിൽ അർദ്ധരാത്രി മുതൽ നടക്കുന്ന ആക്രമണത്തിലാണ് മരണസംഖ്യ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതും. അതുപോലെ ഇറാൻ ഹോർമുസ് വീണ്ടും അടച്ചതും വലിയ ആശങ്കകൾക്ക് കാരണമാവുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ ആക്രമണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇറാൻ നിലപാട് ഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ ലെബനനിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതിനിടെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇസ്രായേലിന് നേരെ നടത്തിയ പരാമർശം കൂടുതൽ ചർച്ചയാവുകയാണ്. ഇസ്രായേലിനെ സംരക്ഷിച്ച് മുന്നിൽ 2 ആയുധങ്ങളും അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണമാണ് എന്നതായിരുന്നു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. അതേപോലെ തന്നെ ഇസ്രായേൽ ഇതിനോട് ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്ന ചില റിപ്പോർട്ടുകൾ കൂടിയാണ് ഈ ഒരു മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.